കെ.ടി. ജലീൽ ആരാണ്? നിങ്ങൾ ഒരു മിനിറ്റ് ഇത്ര വലിയ വിഷയം അല്ലല്ല, ഒരു മിനിറ്റ്. നിങ്ങളെ ആ മാധ്യമ അജണ്ടക്ക് നിന്ന് തരാൻ തൽക്കാലം സൗകര്യമില്ല. നിങ്ങൾ വാർത്തക്ക് തലക്കെട്ടുകൾ സൃഷ്ടിക്കാനും അതുപോലെ വാർത്തയെ ഡൈവേർട്ട് ചെയ്യാനും നിങ്ങൾ ശ്രമിക്കുമെന്ന് എനിക്കറിയാം. ഇത്ര ഗൗരവമായിട്ടുള്ള 17,65,00,000 രൂപയുടെ ഒരു അഴിമതിയുടെ തെളിവുകൾ സഹിതം നിങ്ങൾക്ക് അവതരിപ്പിച്ചിട്ട് നിങ്ങൾ ജലീൽ പറഞ്ഞ രാഷ്ട്രീയ എതിരാളി ഒരു അടിസ്ഥാനവും ഇല്ലാതെ ഇതുപോലെ എന്തെങ്കിലും തെളിവാണോ? അദ്ദേഹത്തിന് ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹമല്ലേ കേരളം ഭരിക്കുന്നത്? രാംരാജ് പോയിട്ട് ബില്ല് ചോദിച്ചാൽ സംസ്ഥാന സർക്കാരിന്റെ പോലീസിന് ബില്ല് കൊടുക്കൂലേ? എന്നിട്ട് ആ ബില്ലല്ലേ അദ്ദേഹം കാണിക്കേണ്ടത്? അല്ലേ? ഞാൻ ഈ കാണിച്ചതുപോലെ 17,65,00,000 രൂപയുടെ അഴിമതിയുടെ തെളിവ് കാണിച്ചതുപോലെ അദ്ദേഹം അതിന് പകരം അദ്ദേഹം എന്താ ചെയ്യുന്നത്? അദ്ദേഹം വലിയങ്ങാടിയിൽ നിന്ന് അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുകയാണ്. ഞാൻ തെളിവുകൾ സഹിതമാണ് സംസാരിക്കുന്നത്. എത്ര നിഷ്പ്രയാസം അദ്ദേഹത്തിന് സാധിക്കും? അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ കീഴിലുള്ള ഒരു പോലീസിനെ രാംരാജിന്റെ ഓഫീസിലേക്കോ യൂത്ത് ലീഗിന്റെ ഓഫീസിലേക്കോ അയച്ചാൽ പോരെ? ആ ബില്ല് കണ്ടെത്തിയിട്ട് പബ്ലിഷ് ചെയ്യലല്ലേ ബുദ്ധി? അല്ലാതെ ഞങ്ങൾ എന്തിനു കാണിക്കണം? ആർക്ക് സംശയം? ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്ക് ജലീൽ പറഞ്ഞാൽ തന്നെ അവർക്ക് വിശ്വാസം. ജലീൽ ഒരു കാര്യം ഉന്നയിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ റിപ്പോർട്ടർ TV അല്ലേ? ആണോ? മാതൃഭൂമിയ? ഏത് TV ആണെങ്കിലും നിങ്ങൾ ഈ ആരോപണം ഉന്നയിക്കുന്നത് ജലീലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? വളരെ കൃത്യമല്ല. നിങ്ങൾക്ക് ഇത്ര വലിയ തെളിവുകൾ ഇത്ര വലിയ 17,65,00,000 രൂപയുടെ തെളിവ് കിട്ടിയിട്ട് ഒരു അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചിട്ട് ആ വാദം ഇങ്ങനെ ഏറ്റെടുത്ത് നിങ്ങൾക്ക് വീണ്ടും ചോദിക്കുന്നതിൽ അല്പം നാണല്ലേ? നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്ന ഏത് ചാനലാണെങ്കിലും നിങ്ങൾ ചോദിക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഒരു മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ. അല്ല, നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും. കാരണം എന്താ അറിയോ? നിങ്ങൾ ഈ ജലീൽ ഉന്നയിച്ച വാദങ്ങളെ ഓൺ ചെയ്ത ആൾക്കാരാണ്. അദ്ദേഹം കുടുംബം നിങ്ങൾ എന്തിനാ പ്രയാസപ്പെടുന്നത്? അദ്ദേഹം പ്രയാസപ്പെട്ടെ. ധോത്തി ചാലഞ്ചിൽ അദ്ദേഹത്തിന് സംശയമുള്ള അദ്ദേഹത്തെ GSTക്ക് പരാതി കൊടുത്തില്ലേ? അദ്ദേഹം IT-ക്ക് പരാതി കൊടുത്തില്ലേ? ആ അന്വേഷണം നടക്കട്ടെ. ഇനി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞങ്ങൾക്ക് തോന്നുകയാണ്, യൂത്ത് ലീഗിന് സ്വയം തോന്നുകയാണ്, ആ ബില്ല് കൂടി കാണിക്കണമെന്ന് തോന്നിയാൽ ഞങ്ങൾ കാണിക്കും. അല്ലാതെ ജലീൽ ചോദിച്ചാൽ കാണിക്കില്ല. ഞങ്ങൾക്കത് കാണിക്കാൻ മടി ഉണ്ടായിട്ടല്ല, ജലീൽ ചോദിച്ചത് കൊണ്ട് ഞങ്ങൾ കാണിക്കില്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞങ്ങൾക്ക് കാണിക്കണം തോന്നിയാൽ ഞങ്ങൾ കാണിക്കും. ഒരു പ്രയാസമില്ല. കാരണം ട്രാൻസ്പെറൻ്റായ, അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അക്കൗണ്ട് സാധാരണ എൻ്റെയും നിങ്ങളുടെയും പേഴ്സണൽ അക്കൗണ്ട് പോലെയുള്ള അക്കൗണ്ട് അല്ല. എല്ലാ കൊല്ലവും ഇലക്ഷൻ കമ്മീഷന് കണക്ക് കൊടുക്കണം, എല്ലാ കൊല്ലവും ITRന് കണക്ക് കൊടുക്കണം, ഇൻകം ടാക്സിന് കണക്ക് കൊടുക്കണം. മുസ്ലിം ലീഗിൻ്റെ ദേശീയ കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും ഒക്കെ അംഗീകാരമുള്ള പാൻ നമ്പറിലുള്ള അക്കൗണ്ടാണ്. അത് കണക്ക് കൊടുക്കാതെ പോയില്ല. ഞങ്ങൾ GST വെട്ടിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. 100% GST കൊടുത്താൽ ഞങ്ങൾക്ക് അതുകൊണ്ടല്ലേ ഒരു ഭയമില്ലാത്തത്. അദ്ദേഹം വിചാരിക്കുന്നത് എന്താണെന്നറിയോ? ഈ ധോത്തി ചലഞ്ചിൽ എന്തെങ്കിലുമൊക്കെ ലാഭം കിട്ടാൻ വേണ്ടി GSTയിലെങ്കിലും വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടാവുന്നതാണ്. 100% GST കൊടുത്താൽ 100% സുതാര്യമായ ഇടപാടാണ് ധോത്തി ചലഞ്ച് എന്ന് മാത്രമല്ല ഞങ്ങളുടെ എല്ലാ ഇടപാടും. അതിൽ ഞങ്ങൾക്ക് ഒരു ഭയമില്ല.